ഇനി ഇതിൽ എവിടെയാണ് നമുക്ക് ഫ്രോഡ് നടക്കുന്നതെന്ന് നോക്കാം. അങ്ങനെ ഇത് വാങ്ങി ഈ കവർ പൊട്ടിച്ച് ഇത് എടുത്തു നോക്കുന്ന സമയത്തായിരിക്കും നമ്മൾ പെട്ടുപോയി എന്നുള്ളത് മനസ്സിലാവുക. 6 ലക്ഷം രൂപ ഈ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു മാസം വെറുതെ കിട്ടുകയാണ്. ബിസിനസ് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫ്രോഡ് ആക്ടിവിറ്റിയെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ നിതിൻ ബാബു, മാനേജിംഗ് ഡയറക്ടർ, CSW ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. കമ്പനി അല്ലെങ്കിൽ LLP രജിസ്റ്റർ ചെയ്തവർക്കറിയാം, നിങ്ങൾ ഇന്നിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ മുതൽ നിങ്ങൾക്ക് പല സ്ഥലത്തു നിന്ന് കോളുകളായിരിക്കും. ചിലപ്പോൾ ബാങ്കിൽ നിന്നായിരിക്കും കോൾ ഉണ്ടായിരിക്കാം, കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പല കോളുകളുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ വെബ്സൈറ്റ് ആയിരിക്കും, 15,000 രൂപയ്ക്ക് വെബ്സൈറ്റ്, 20,000 രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ സോഫ്റ്റ്വെയർ ആയിരിക്കും, ഓഫീസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഉണ്ട്, CRM ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഒരു കമ്പനി രജിസ്ട്രേഷൻ അല്ലെങ്കിൽ LLP രജിസ്ട്രേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് നമ്മളിത് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ മെയിൽ ID, ഫോൺ നമ്പർ വരെ അതിൽ അവൈലബിൾ ആയിരിക്കും. ഇനി ഇതിൽ എവിടെയാണ് നമുക്ക് ഫ്രോഡ് നടക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഓരോ മാസം രജിസ്ട്രേഷൻ ആവുന്ന കമ്പനികളിലേക്കും LLPകളിലേക്കും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകൾ VPP ആയിട്ട്, അതായത് വാല്യൂ പേയബിൾ പോസ്റ്റ് ആയിട്ട് ഡോക്യുമെൻറ്റ്സ്, അതായത് കമ്പനി രജിസ്ട്രേഷൻ ഡോക്യുമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊറിയർ ചെയ്യും. VPP എന്ന് പറഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് കിട്ടുന്ന പോസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ കൊറിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഏത് ഒരു ഡയറക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ പാർട്ണർ ആണെങ്കിലും നമുക്ക് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ നോർമലി കമ്പനി രജിസ്ട്രേഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് അടച്ച് ചിലപ്പോൾ അത് വാങ്ങിപ്പോവും, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം 2,000 ആണെങ്കിലും 3,000 ആണെങ്കിലും ചിലപ്പം കൊടുക്കും. അങ്ങനെ ഇത് വാങ്ങി ഈ കവർ പൊട്ടിച്ച് ഇത് എടുത്തു നോക്കുന്ന സമയത്തായിരിക്കും നമ്മൾ പെട്ടുപോയി എന്നുള്ളത് മനസ്സിലാവുക. പക്ഷേ അവരെന്ത് ചെയ്യും, 2,000 അല്ലേ അല്ലെങ്കിൽ 3,000 അല്ലേ പോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാസം സപ്പോസ് ഒരു 2,000 കമ്പനീസ് അല്ലെങ്കിൽ LLPs ആണ് ഒരു മാസം രജിസ്ട്രേഷൻ ആവുമെന്ന് വിചാരിക്കാം. ഈ 2,000 കമ്പനികളിൽ അറ്റ്ലീസ്റ്റ് ഒരു 10% കമ്പനികളിലുള്ള ഡയറക്ടേഴ്സാണ് അല്ലെങ്കിൽ ആണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു VPP ആയിട്ട് വന്ന സാധനം ആക്സെപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഫ്രോഡ് ചെയ്യുന്ന ആളുകൾക്ക് എത്ര എമൗണ്ട് കിട്ടിയെന്ന് ചിന്തിച്ചാൽ മതി. 200 പേര്, അതായത് 2,000-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 200 പേരാണെങ്കിൽ 200 × 3,000 6 ലക്ഷം രൂപ ഈ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു മാസം വെറുതെ കിട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ LLP രജിസ്ട്രേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് VPP ആയിട്ട് അല്ലെങ്കിൽ എന്ത് ഡോക്യുമെൻറ്റ്സ് ആണെങ്കിലും പേയ്മെൻറ്റ് അടച്ചുകൊണ്ട് വാങ്ങാനുള്ള എന്ത് ഡോക്യുമെൻറ്റ്സ് ആണെങ്കിലും നിങ്ങൾ ഒരിക്കലും വാങ്ങാൻ നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള നമ്മുടെ കമ്പനി രജിസ്ട്രേഷൻ അല്ലെങ്കിൽ LLP രജിസ്ട്രേഷൻ ആയിട്ട് എന്ത് പേയ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഇലക്ട്രോണിക് പേയ്മെൻറ്റുമാണ്. മാത്രമല്ല എല്ലാ ഡോക്യുമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഇലക്ട്രോണിക്കലാണ് നമ്മൾ ഫയൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പോസ്റ്റലായിട്ട് വരാനുള്ള ഡോക്യുമെൻറ്റ്സിൻ്റെ സാധ്യത വളരെയധികം കുറവാണ്. അപ്പോൾ ബിസിനസ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ആളുകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.